ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. AK ഇൻഫർമേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ കേരള വാട്ടർ അതോറിറ്റി പറ്റിയായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് KSEB ലഭിക്കുന്ന സേവനങ്ങളെ പറ്റിയാണ്. ഇതിനായി KSEB ഒരു ആപ്പും ഇറക്കിയിട്ടുണ്ട്. നമുക്ക് വിശദാംശങ്ങൾ നോക്കാം. ഒന്നാമതായി പുതിയ കണക്ഷൻ, ലോഡ്, താരിഫ്, ഫേസ് ചേഞ്ച്, മീറ്റർ ഷിഫ്റ്റിംഗ്, ന്യൂ പോസ്റ്റ് ഉടമസ്ഥാവകാശം മാറ്റൽ. രണ്ടാമതായി KSEB ഓഫീസിൽ പോകാതെ WSS വെബ് സെൽഫ് സർവീസ് പോർട്ടൽ വഴി ഓൺലൈനായും അപേക്ഷിക്കാം. ഇതിനാവശ്യമായ രേഖകൾ ആധാർ കാർഡ്, മറ്റ് ഫോട്ടോ പതിച്ച ID കാർഡ് ഉണ്ടെങ്കിൽ അത്, പിന്നെ വീടിൻ്റെ ഉടമസ്ഥാവകാശം സർട്ടിഫിക്കറ്റ്. ഇതിനായി ഉടമസ്ഥാവകാശം മാറ്റുന്നതിന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉൾപ്പെടെ പഴയ ഉടമസ്ഥൻ വെള്ള പേപ്പറിൽ എഴുതി നൽകിയ അനുമതിപത്രം ആവശ്യമാണ്. അനുമതിപത്രം കിട്ടിയില്ലെങ്കിൽ പുതിയ ഉടമയ്ക്ക് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പുതിയതായി അടയ്ക്കാവുന്നതാണ്. അപ്പോൾ നിലവിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പഴയ ഉടമസ്ഥന് തിരിച്ചു നൽകി ഉടമസ്ഥാവകാശം മാറ്റിയതായി KSEB അറിയിക്കുകയും ചെയ്യും. അതുമല്ലെങ്കിൽ ഒരു വെള്ള പേപ്പറിൽ നിശ്ചിത വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രതിജ്ഞാപത്രം ആവശ്യമാണ്. നാലാമതായി വയറിംഗ് സർട്ടിഫിക്കറ്റ്. അംഗീകൃത ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ നൽകുന്ന ടെസ്റ്റ് റിപ്പോർട്ട് നിർബന്ധമാണ്. തുക അടയ്ക്കൽ. അപേക്ഷ നൽകിയാൽ ഇലക്ട്രിക് പോസ്റ്റ് വീട്ടിൽ നിന്ന് എത്ര ദൂരം എന്നത് അനുസരിച്ച് ഒരു എസ്റ്റിമേറ്റ് വരും. ഓൺലൈനായി ഇത് അടയ്ക്കാവുന്നതാണ്. കണക്ഷൻ മാറ്റങ്ങൾ, പേര് മാറ്റം, താരിഫ് മാറ്റം, വീട് ആവശ്യത്തിന് പകരം കടകൾക്ക്, ലോഡ് കൂട്ടുക എന്നിവയ്ക്ക് ആധാർ, ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്, കെട്ടിട നികുതി തൻവർഷം അടച്ച രസീത് ആവശ്യമാണ്. പുതിയ വീട്ടിൽ കണക്റ്റഡ് ലോഡ് എത്രയുണ്ട് എന്ന് ഒരു ഇലക്ട്രീഷ്യനെ കൊണ്ട് നോക്കി KSEBയുടെ ഫോമിൽ രേഖപ്പെടുത്തി നൽകണം. ഇലക്ട്രീഷ്യന് ലൈസൻസ് നിർബന്ധമില്ല. ലോഡ് എന്നത് ഉദ്ദേശിക്കുന്നത് പവർ പ്ലഗ്, LED ലൈറ്റുകൾ, മിക്സർ, ഫ്രിഡ്ജ്, ഗ്രൈൻഡർ, ഓവൻ, വാഷിംഗ് മെഷീൻ, AC, ഫാൻ എന്നിവയുടെ എണ്ണമാണ് ഉദ്ദേശിക്കുന്നത്. വാട്ടർ ഹീറ്ററും ഉൾപ്പെടും. കടകൾ, ഫ്രീസർ എണ്ണം കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപേക്ഷകൻ്റെ അഡ്രസ്സ്, മൊബൈൽ നമ്പർ എന്നിവ വ്യക്തമായി നൽകുക. KSEBയിൽ പുതിയ കണക്ഷന് ഒഴിച്ചുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടിയ ബില്ലിൽ ഉണ്ടാകും. 8. രണ്ട് തരം ഫേസാണ് ഉള്ളത്: സിംഗിൾ ഫേസ്, 3 ഫേസ്. ഫാന്, TV, ഒരു ഫ്രിഡ്ജ്, ഒരു വാഷിംഗ് മെഷീൻ, ഒരു AC ഇവർക്ക് സിംഗിൾ ഫേസും, ഒന്നിൽ കൂടുതൽ AC മറ്റ് കറണ്ട് കൂടുതൽ വലിക്കുന്ന ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ 3 ഫേസും ആവശ്യമാണ്. അതായത് 5000 വാട്ടിന് മുകളിലുള്ളവർക്കാണ് ഇതിൻ്റെ ആവശ്യം. 9. KSEB മീറ്റർ ബോക്സ്. വീടിന് വെളിയിൽ മഴയും വെയിലും കൊള്ളാതെയും മീറ്റർ റീഡിംഗ് എടുക്കാൻ സൗകര്യപ്രദമായ സ്ഥാനത്തും ആയിരിക്കണം. 10. പഴയ വീടുകൾ റീവയറിംഗ്, വീട് പുതുക്കി പണിയുക, വീട് മൊത്തം പൊളിച്ചു പണിയുക, പുതിയ വീട് നിർമ്മിക്കുക എന്നിവയ്ക്കെല്ലാം KSEBയിൽ നിന്ന് അനുമതി വാങ്ങണം. എക്സാമ്പിൾ, ഡൊമസ്റ്റിക് കണക്ഷൻ എന്നുള്ളത് കൊമേഴ്ഷ്യൽ ആക്കണം. 10. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം: ഒരിക്കലും വർക്ക് അറിയാത്ത വ്യക്തികൾ ഇലക്ട്രിക് ജോലികൾ സ്വയം ചെയ്യുന്നത് ഒഴിവാക്കി ഒരു ഇലക്ട്രീഷ്യൻ്റെ സഹായം തേടുക. 12. വൈദ്യുതി അമൂല്യമാണ്. അത് ഒരിക്കലും പാഴാക്കരുത്. നിങ്ങളുടെ വീട്ടിലെ ഉപയോഗമില്ലാത്ത ലൈറ്റ്, ഫാന്, AC എന്നിവ ഓഫ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.